1997 പസഫിക് ഓഷനിൽ നിന്നും 3000 കിലോമീറ്റർ അകലെ നോവ റിസർച്ചിംഗ് ടീം ഒരു ശബ്ദം റെക്കോർഡ് ചെയ്യുകയാണ്. ഇവർ ഇവിടെ എത്തിയതിൻ്റെ പ്രധാന കാരണം സമുദ്രത്തിൻ്റെ അടിയിൽ നടക്കുന്ന വോൾക്കാനിക് ഇറപ്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നതായിരുന്നു. എന്നാൽ ഇവർ വളരെ സ്ട്രെയിഞ്ചായാണ് തങ്ങളുടെ ഹൈഡ്രോഫോണിൻ്റെ സഹായത്തോടെ ഇന്നേ വരെ കേൾക്കാത്ത ഒരു ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു ശബ്ദം എന്തിൻ്റേതാണ്, അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം എവിടെ നിന്ന് വരുന്നു, ഈ ശബ്ദത്തിൻ്റെ ഉറവിടം എവിടെയാണ്, ഇതൊന്നും തന്നെ ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇത് വളരെയധികം യുണീക്കായിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു. ഇതിന് അവർ ബ്ലൂപ്പ് എന്ന പേരും നൽകി. വളരെ നീണ്ട സമയത്തേക്ക് റീസർച്ചിങ് ടീമിൻ്റെ ഉറക്കം കളഞ്ഞ ഒരു ശബ്ദമായിരുന്നു അത്. ഈ ഒരു ശബ്ദം എവിടെ നിന്നാണ് വന്നത്? ഈ ഒരു ശബ്ദം പുറപ്പെടുവിച്ചത് ആരാണ്? ഇന്നേ വരെ സമുദ്രത്തിൽ കണ്ടെത്താത്ത ഏതെങ്കിലും ഒരു ജീവിയുടെ ശബ്ദമായിരുന്നോ ഇത്? അല്ലെങ്കിൽ ഏതെങ്കിലും ജയൻറ്റ് സ്ക്വിഡിൻ്റെയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും കപ്പലിൻ്റെയോ ശബ്ദമാണോ? ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല. എന്തെങ്കിലും ഒരു നാച്ചുറൽ ഫിനോമിന വഴിയാണോ ഈ ഒരു ശബ്ദമുണ്ടായത്? പിന്നീട് ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ ഉത്തരം ശാസ്ത്രലോകത്തിന് ലഭിക്കുന്നത്. ഇവർ പഴയ പോലെ തന്നെ വോൾക്കാനിക് ആക്ടിവിറ്റിയെയും എർത്തിക്യൂക്കുകളെയും പഠിക്കാനായി അന്റാർട്ടിക്കയുടെ സമുദ്രത്തിലേക്ക് യാത്ര ചെയ്തു. 2005 ഇതേപോലെ തന്നെ മറ്റൊരു ശബ്ദം ഇവർ റെക്കോർഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായി ഇവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഈ ഒരു ശബ്ദം ഒരു വിധത്തിലുമുള്ള മിസ്റ്റീരിയസ് ജീവികളുടെയോ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ആക്ടിവിറ്റിയുടെയോ അല്ല, മറിച്ച് അന്റാർട്ടിക്കയിൽ ഉണ്ടാകുന്ന ഐസ്ബർഗുകളുടെ തകർച്ചയുടെ ഫലമായാണ് ഈ ഒരു ശബ്ദം ഉണ്ടാകുന്നത്. ഈ ഒരു മിസ്റ്ററി 2005 അവസാനിച്ചു. എന്നാൽ ഇന്നും ഉത്തരം കിട്ടാത്ത പല രഹസ്യങ്ങളും സമുദ്രത്തിലുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര ആ രഹസ്യങ്ങളിലേക്കാണ്. ജപ്പാനിലെ യോനാഗോനി എന്ന ഐലൻഡിന് സമീപത്ത് സമുദ്രത്തിൽ ഏകദേശം 85 ഫൂട്ട് താഴെ 1986 ഒരു വളരെ വലിയ സിവിലൈസേഷൻ കണ്ടെത്തുന്നു. എന്നാൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, ഇത് നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യരല്ല എന്നുള്ളതാണ്. യോനാഗോനി ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇതിൻ്റെ പ്രധാന കാരണം അവിടെ ജീവിക്കുന്ന ഹാമർ ഹെഡ് ഷാർക്കുകളാണ്. 1986 സർ കിച്ചാറിയോ ആറാട്ടേക്ക് ഹാമർ ഹെഡ് ഷാർക്കുകളെ കാണാനായി സമുദ്രത്തിലേക്ക് ഡൈവ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഹാമർ ഹെഡഡ് ഷാർക്കുകൾക്ക് പകരം അദ്ദേഹം അവിടെ കണ്ടത് ഇന്നേ വരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സിവിലൈസേഷൻ്റെ അവശിഷ്ടമായിരുന്നു. പിരമിഡുകളും റോഡുകളും അമ്പലങ്ങളും ഒരു സ്റ്റേഡിയവും ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് യൂണിവേഴ്സിറ്റിയെ അറിയിച്ചു. ഇവിടം കണ്ട മെറീൻ ആർക്കിയോളജിസ്റ്റുകൾ വരെ വളരെയധികം ഷോക്കായി. അതായത് സീ ലെവൽ ഉയർന്നതിൻ്റെ ഫലമായി ഈ ഒരു സിവിലൈസേഷൻ നശിച്ചു പോയതാണ്, അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ഉള്ളിൽ എന്നേക്കുമായി മൂടപ്പെട്ടതാണ്. എന്നാൽ റിസർച്ചിൻ്റെ ഫലമായി അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ഇത് മനുഷ്യനിർമ്മിതമല്ല, മറിച്ച് ഇത് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു സിവിലൈസേഷൻ ആയിരുന്നു എന്ന്. ഈ ഒരു പ്രദേശത്ത് സോനാർ സ്കാനിംഗ് നടത്തിയതിൻ്റെ ഫലമായി ഏകദേശം 45,000 സ്ക്വയർ കിലോമീറ്ററാണ് ഈ ഒരു സിവിലൈസേഷൻ്റെ വിസ്തൃതി എന്ന് നമുക്ക് മനസ്സിലായി. സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇത് മനുഷ്യനിർമ്മിതമല്ല, മറിച്ച് പ്രകൃതിയാൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ നിന്നും ഒരു സിവിലൈസേഷനിൽ മനുഷ്യർ ജീവിച്ചിരുന്നതിൻ്റെ യാതൊരു തെളിവുകളും നമുക്ക് ലഭ്യമല്ല. കൂടാതെ തന്നെ ഇത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു മെഗാ സ്ട്രക്ചറാണ്. മനുഷ്യനിർമ്മിതമായിരുന്നുവെങ്കിൽ ഇത് ചെറിയ ചെറിയ കല്ലുകളുടെ സഹായത്തോടെ മാത്രമായിരിക്കും നിർമ്മിക്കുക. കൂടാതെ ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ള ഫോസിൽസിൻ്റെ സഹായത്തോടെ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപാണ്, അതായത് മെസോപ്പൊട്ടോമിയൻ യുഗത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയില്ല. കാരണം ഇത് മനുഷ്യനിർമ്മിതമാണോ, പ്രകൃതി നിർമ്മിതമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ നിർമ്മിച്ചതാണോ എന്ന് നമുക്കാർക്കും ഇന്നേ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. നാം സമുദ്രത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലെ 2/3 ഭാഗവും സമുദ്രമാണ്. ഇന്നേ വരെ നാം സമുദ്രത്തിൻ്റെ 5% മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സമുദ്രത്തിൽ നിന്നും കണ്ടെത്തുന്ന പല വസ്തുക്കളും നാം ഇന്നേ വരെ കാണാത്ത വസ്തുക്കൾ തന്നെയാകും. അങ്ങനെ ഒരു വസ്തുവാണ് 2011 ജൂൺ മാസത്തിൽ ഓഷൻ എക്സ് ടീമിന് കണ്ടെത്താൻ സാധിച്ചത്. ആർട്ടിക് സീയിൽ നിന്നും 90 മീറ്റർ താഴെ ഏകദേശം 60 മീറ്റർ വലിപ്പമുള്ള ഒരു ഡിസ്ക് രൂപത്തിലുള്ള സ്ട്രക്ചർ അവർ കണ്ടെത്തി. ഇതൊറ്റ നോട്ടത്തിൽ ഒരു UFO ആണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കും.
ഇത് പ്രകൃതി നിർമ്മിതമാണോ മനുഷ്യനിർമ്മിതമാണോ എന്നതായിരുന്നു ആദ്യ ചോദ്യം. എന്നാൽ ഇത് പ്രകൃതി നിർമ്മിതമോ മനുഷ്യനിർമ്മിതമോ ആയിരുന്നില്ല. കാർബൺ ഡേറ്റിംഗ് വഴി എത്ര വർഷം പഴക്കമുള്ളതാണ് എന്ന് നമുക്കിത് കണ്ടെത്താനും സാധിച്ചില്ല. ഇതാരാണ് നിർമ്മിച്ചത്? എങ്ങനെയാണ് ഇത് സമുദ്രത്തിൻ്റെ ഉള്ളിൽ വന്നത്? കണ്ടെത്തിയിട്ടും കണ്ടെത്താനാകാത്ത ഒരേ ഒരു സ്ഥലം, അതേ ഞാൻ പറഞ്ഞു വരുന്നത് മറിയാന ട്രെഞ്ചിനെ പറ്റിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള സമുദ്രത്തിലെ ഏക സ്ഥലം. 69 കിലോമീറ്റർ മാത്രം വീതി, എന്നാൽ 2550 കിലോമീറ്ററാണ് മുഴുവൻ ചുറ്റളവ്. മറിയാന ഐലൻഡുകൾക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന മറിയാന ട്രെഞ്ച് ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് സമുദ്രത്തിലെ ഏറ്റവും വലിയ ഗർത്തം. 11 കിലോമീറ്ററാണ് ഇതിൻ്റെ ആഴം. 1875 ഒരു ബ്രിട്ടീഷ് കപ്പലാണ് ഈ ഒരു സ്ഥലം കണ്ടെത്തുന്നത്. ഓഷൻ ഫ്ലോർ മാപ്പിംഗ് അല്ലെങ്കിൽ സോനാർ സ്കാനിംഗ്. HMS ചാലഞ്ചർ ഷിപ്പായിരുന്നു ആദ്യമായി മറിയാന ട്രെഞ്ച് കണ്ടെത്തുന്നത്. പിന്നീട് ഇതിൻ്റെ സെക്കൻഡ് വെർഷൻ 1951 മറിയാന ട്രെഞ്ചിനെ എക്സ്പ്ലോർ ചെയ്യാൻ യാത്രയായി. മറിയാന ട്രെഞ്ച് ഇന്നും രഹസ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു. സമുദ്രനിരപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 1071 മടങ്ങ് PSI പ്രഷറാണ് മറിയാന ട്രെഞ്ചിൽ അനുഭവപ്പെടുന്നത്. എന്നിട്ടും ഇവിടെ 500-ലധികം വ്യത്യസ്തങ്ങളാർന്ന ജീവികൾ ജീവിക്കുന്നു എന്നതാണ് സത്യം. ഈ ഒരു പ്രഷറിൽ പോലും അവർക്ക് തൻ്റെ ജീവൻ നിലനിർത്താൻ ഇവിടെ സാധിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിശാലികളായ ജീവികളാണ് ഇവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഇത്രയും പ്രഷറിൽ ജീവിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ആവശ്യമെങ്കിൽ നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുവാനും ലൈക്ക് നൽകുവാനും കൂട്ടുകാരുമായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.